എല്ലാവർക്കും നമസ്കാരം. PSC ഇൻഫ്ലുവൻസറിന്റെ പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഓൾഡ് SCRT ടെക്സ്റ്റ് ബുക്ക് എല്ലാം പഠിച്ചു അല്ലേ? നമുക്ക് പുതുതായിട്ട് ന്യൂ SCRT ടെക്സ്റ്റ് ബുക്ക് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അതുമായി ബന്ധപ്പെട്ട ന്യൂ SCRT ടെക്സ്റ്റ് ബുക്കിന്റെ ക്ലാസ്സസ് ആണ് ഇനി നമ്മൾ അങ്ങോട്ട് എടുക്കുന്നത്. അപ്പം ന്യൂ SCRT ടെക്സ്റ്റ് ബുക്കിനകത്ത് ആദ്യത്തെ ചാപ്റ്റർ 5ാം ക്ലാസ് ബേസിക് സയൻസിലെ ആദ്യത്തെ ചാപ്റ്റർ ആണ് ഒറ്റയല്ലൊരു ജീവിയും. ആ ചാപ്റ്റർ ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. ഒറ്റയല്ലൊരു ജീവിയും എന്ന പാഠമാണ് നമ്മൾ ആദ്യമായിട്ട് എടുക്കുന്നത്. ഓക്കെ, അപ്പം ഇതൊരു SCRT സ്മാർട്ട് വർക്കൗട്ട് ആണ്. എല്ലാവരും നമ്മുടെ കൂടെ തന്നെ കാണാം. നമ്മൾ പോൾ വർക്കൗട്ട് എക്സാം നമ്മുടെ ടെലഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്യും. ഇത് ക്ലാസ് കഴിഞ്ഞിട്ട് ഇതിന്റെ PDF നമ്മൾ ടെലഗ്രാം ചാനൽ അപ്ലോഡ് ചെയ്യും. അതെല്ലാവരും കാണുക, പഠിക്കുക. അറിയാലോ, SCRT എന്നാണ് മുഴുവൻ ചോദ്യങ്ങളും വരുന്നത് സയൻസുമായി ബേസ് ചെയ്തുകൊണ്ട്. അപ്പം ക്ലിയർ ആയിട്ട് SCRT പഠിച്ചു പോകുക. ഓക്കെ, അപ്പൊ നോക്കിയേ, ആദ്യമായിട്ട് നമുക്ക് ഇതിനകത്ത് എന്താണ് കൊടുത്തിരിക്കുന്നത് എന്ന് നോക്കാം. ഒറ്റയല്ലൊരു ജീവിയും എന്ന ഭാഗത്തിനകത്ത് ആദ്യം തന്നെ കൊടുത്തിരിക്കുന്നത് ഒന്നാണ്, നദീതീരത്തോ കുളക്കരയിലോ ഉള്ള മാളങ്ങളിലാണ് പൊന്മാൻ താമസിക്കുന്നത്. ജലസ്രോതസ്സുകൾക്ക് സമീപം മീൻ പിടിക്കാൻ സൗകര്യമുള്ള സ്ഥലങ്ങളാണ് ഇവ അധികവും താമസിക്കാനായി തിരഞ്ഞെടുത്തത്. അപ്പം അതിന്റെ ആവാസ വ്യവസ്ഥ, ഭക്ഷ്യ ശൃംഖല എന്നിവയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഭക്ഷണം എന്നിവയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ജസ്റ്റ് ഒരു പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. അപ്പം അതുമായി ബേസ് ചെയ്തുകൊണ്ടാണ് ഇനി അങ്ങോട്ടുള്ള പോർഷൻസ് എല്ലാം വരുന്നത്. അപ്പൊ ആദ്യം തന്നെ നോക്കിയേ, കണ്ണി ചേർത്ത മാൻ, മുയൽ, പുൽച്ചാടി തുടങ്ങിയ ജീവികൾ സസ്യങ്ങളെ ആഹാരമാക്കുകയാണ് അല്ലെ. ഇവയെ ആഹാരമാക്കുന്ന മറ്റു ജീവികളെ കൂടി ഉൾപ്പെടുത്തി ആഹാരബന്ധം പൂർത്തിയാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കിയേ, സസ്യത്തെ മാൻ കഴിക്കും, മാനിനെ ആര് കഴിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മാനിനെ സിംഹം കഴിക്കുമെന്ന് നമുക്ക് പറയാം. സസ്യം മുയലിനെ ആര് കഴിക്കുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ സസ്യം പുൽച്ചാടി ആര് കഴിക്കും? കോഴി കഴിക്കും അല്ലെ. അപ്പൊ കോഴി. അതേപോലെ സിംഹം മുയലിനെ ആര് കഴിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുയലിനെ ആര് കഴിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗരുഡൻ കഴിക്കും അല്ലെ. ഒരു പക്ഷി കഴിക്കും എന്ന് നമുക്ക് വേണേ എഴുതാം, അല്ലെങ്കിൽ കുറുക്കൻ കഴിക്കും എന്ന് നമുക്ക് എഴുതാം. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളാണ് ആദ്യത്തെ ആ ഒരു പോർഷനകത്ത് നമുക്ക് കൊടുത്തിട്ടുള്ളത്. അതവിടെ ഇരിക്കട്ടെ, നമുക്ക് വരാം. അടുത്ത ഒരു ഇതിലേക്ക് വരികയാണെങ്കിൽ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്, പഠിച്ചു പൊയ്ക്കോളുക. ആഹാരത്തിനായി ജീവികൾ പരസ്പരം ആശ്രയിക്കുന്നു. ജീവികളുടെ ഈ പരസ്പര ബന്ധത്തെയാണ് ആഹാര ശൃംഖല ജാലം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫുഡ് വെബ് എന്ന് പറയുന്നത്. അപ്പൊ ആഹാര ശൃംഖല ജാലം എന്താണ്? നമ്മൾ ഇവിടെ പറഞ്ഞു അല്ലെ, ഇവിടെ നമ്മൾ പറഞ്ഞായിരുന്നു സസ്യം മാൻ കഴിക്കുന്നു, മാനിനെ സിംഹം കഴിക്കുന്നു നമുക്ക് പറയാം. സസ്യം മുയല് കഴിക്കുന്നു, മുയലിനെ ആര് കഴിക്കുന്നു? ഗരുഡൻ കഴിക്കുന്നു എന്ന് നമുക്ക് പറയാം. സസ്യത്തെ പുൽച്ചാടി കഴിക്കുന്നു, പുൽച്ചാടിയെ ആര് കഴിക്കുന്നു? കോഴി കഴിക്കുന്നു, അല്ലെങ്കിൽ തവള കഴിക്കുന്നു. അങ്ങനെ അങ്ങോട്ട് നമുക്ക് പറയാം. അപ്പൊ ഇവിടെ എന്താണ്? ഓരോന്നിനെയും പരസ്പരം ആശ്രയിച്ചാണ് ഇരിക്കുന്നത് അല്ലെ. അവിടെ ഒരു ഫ്ലോ ചാർട്ട് കണ്ടോ, അവിടെ ഒരു ഡയഗ്രാം കൊടുത്തേക്കുന്നുണ്ടോ? സസ്യമാണ്, സസ്യത്തെ മാൻ കഴിക്കുന്നു, മാനിനെ കടുവ കഴിക്കുന്നു. ഇവിടെ നോക്കിയേ, സസ്യത്തെ പശു കഴിക്കുന്നു, പശുവിനെ കടുവ കഴിക്കുന്നു. ഇനി ഇപ്പുറത്തോട്ട് നോക്കൂ, സസ്യം അല്ലെ, പുല്ല്, പുൽച്ചാടി, കിളി, അത് കഴിഞ്ഞ് കുറുക്കൻ അല്ലെങ്കിൽ കോഴി, കുറുക്കൻ, ഗരുഡൻ, ഇങ്ങനെ പോകുന്നു. അടുത്ത് നോക്കി, എലി, പൂച്ച, അത് കഴിഞ്ഞ് പൂച്ച ആര് കഴിക്കുന്നു? സിംഹം അല്ലെങ്കിൽ പുലി കഴിക്കുന്നു നമുക്ക് പറയാം. അതേപോലെ തന്നെ പുല്ലിനെ ആര് കഴിക്കുന്നു? മാൻ കഴിക്കുന്നു, മാനിനെ ആര് കഴിക്കുന്നു? സിംഹം കഴിക്കുന്നു അല്ലെങ്കിൽ പുലി കഴിക്കുന്നു നമുക്ക് പറയാം. ഇവിടെ പുൽച്ചാടി ആരും കഴിക്കും? കൊരങ്ങനും കഴിക്കും അല്ലെ. കൊരങ്ങനെ ആര് കഴിക്കുന്നു? പുലി കഴിക്കുന്നു നമുക്ക് പറയാം. അപ്പൊ ഇങ്ങനെ ഇവയെല്ലാം എന്താണ്? പരസ്പരം ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത് അല്ലെ. ഈ ജീവികൾ ആഹാരത്തിനായിട്ട് പരസ്പരം ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അങ്ങനെയുള്ള ജീവികളുടെ ഈ പരസ്പര ബന്ധത്തെ നമ്മൾ ആഹാര ശൃംഖലാ ജാലം അല്ലെങ്കിൽ ഫുഡ് വെബ് എന്ന് പറയും. ഓക്കെ, ഫുഡ് വെബ് എന്താണ്? ആഹാരത്തിനായി ജീവികൾ പരസ്പരം ആശ്രയിക്കുന്നു. ജീവികളുടെ ഈ പരസ്പര ബന്ധത്തെയാണ് ആഹാര ശൃംഖലാ ജാലം എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? ക്ലിയർ ആയേ? അപ്പൊ ആഹാര ബന്ധം ഒന്ന് നോക്കി. നമ്മൾ ഇവിടെ മുമ്പ് പറഞ്ഞതാണ് പുല്ല്, പുൽച്ചാടി, തവള, പാമ്പ്, ഗരുഡൻ.
പുല്ല്, പുൽച്ചാടി, തവള, പാമ്പ്, ഗരുഡൻ. അതൊരു ഭക്ഷ്യശൃംഖലയായി അല്ലെ. ദെൻ അടുത്ത ഭക്ഷ്യശൃംഖല പുല്ല്, പുഴു, കോഴി, കുറുക്കൻ, ഗരുഡൻ. അതും രണ്ടാമത്തെ ഒരു ഭക്ഷ്യശൃംഖലയായി. ഇനി അടുത്ത നോക്കൂ, പുല്ല്, അണ്ണാൻ, അതേപോലെ പൂച്ച, അത് കഴിഞ്ഞിട്ട് വരുന്ന എന്താണ്? ഗരുഡൻ. അപ്പൊ അവിടെ ഒരു ഭക്ഷ്യശൃംഖലയായി. താഴെ നോക്കി, പുല്ല്, പുഴു, പുല്ല്, പുഴു, കോഴി, അല്ലെങ്കിൽ പുല്ല്, പുൽച്ചാടി ആണെങ്കിൽ പുൽച്ചാടി, കോഴി, കുറുക്കൻ, ഗരുഡൻ. ഇത്തരത്തിൽ കൂടുതൽ ശ്രേണികൾ നമുക്ക് പറയാൻ പറ്റും അല്ലെ. അപ്പൊ ആഹാര ശൃംഖലാ ജാലത്തിലെ ഒറ്റ ശ്രേണിയിലുള്ള ആഹാര ബന്ധമാണ് ഫുഡ് ചെയിൻ അല്ലെങ്കിൽ ആഹാര ശൃംഖല. ഇതൊരു കൂട്ടമാണ് അല്ലെ. ഇതൊരു കൂട്ടമാകുന്നത് കൊണ്ടാണ് ഇതൊരു ഫുഡ് വെബ് എന്ന് നമ്മൾ പറയുന്നത്. ആഹാര ശൃംഖലാ ജാലം എന്ന് പറയുന്നത്, ആഹാര ശൃംഖല ജാലം എന്ന് പറയുന്നത് എന്താണ്? ഇതാണ്. ഇവിടെ നോക്കിയേ, ഒന്ന് മാത്രമാണോ? അല്ല, ഇവിടുന്ന് ഇത് ഇങ്ങോട്ട് പോകുന്നു, അതേപോലെ തന്നെ തിരിച്ച് ഇങ്ങോട്ട് പോകുന്നു. ഇവിടെ ആവുമ്പം എങ്ങനെയാണ്? അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പോകുന്നുണ്ടല്ലേ. പുല്ല്, പുൽച്ചാടി, കുരങ്ങൻ പോകുന്നുണ്ട്, പുല്ല്, പുൽച്ചാടി, കോഴി, കുറുക്കൻ, ഗരുഡൻ അങ്ങനെ പോകുന്നുണ്ട്. പിന്നെ പുല്ല്, എലി, പൂച്ച, പുലി അങ്ങനെ പോകുന്നുണ്ട്. അതേപോലെ തന്നെ പുല്ല്, മാന്, പുലി അങ്ങനെ അങ്ങോട്ട് പോകുന്നുണ്ട്. അത് ആഹാര ശൃംഖലാ ജാലമാണ്. ജീവികൾ പരസ്പരം ആശ്രയിക്കുന്ന ആ ഒരു പരസ്പര ബന്ധമാണ് ആഹാര ശൃംഖലാ ജാലം. എന്നാൽ ഇവിടെ നോക്കി, ഇവിടെ ഒരു ഒറ്റ ശ്രേണിയായിട്ടാണ് പോകുന്നത് അല്ലെ. ഇവിടെ ഒരു ഒറ്റ ശ്രേണിയായിട്ടല്ലേ പോകുന്നത്? ഒരൊറ്റ ശ്രേണിയായിട്ടാണ് പോകുന്നത്. നോക്കൂ, ഇവിടെ ഒറ്റ ശ്രേണിയല്ലേ. ഇങ്ങനെ ആഹാര ശൃംഖലാ ജാലത്തിലെ ഒറ്റ ശ്രേണിയിലുള്ള ഒരു ആഹാര ബന്ധമാണ് ആഹാര ശൃംഖല അല്ലെങ്കിൽ ഫുഡ് ചെയിൻ എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് നമുക്കൊരു ഫുഡ് ചെയിൻ ഉണ്ടാക്കാം. എങ്ങനെ ഒരു ഫുഡ് ചെയിൻ ഉണ്ടാക്കുന്നത്? ആദ്യം നമുക്ക് പുല്ല് എടുക്കാം. പുല്ല്, മാന്, പുലി. ഇതെന്താ? പുല്ല്, മാന്, പുലി. ഇതൊരു ഫുഡ് ചെയിൻ ആണ്. ഇവിടുത്തെ ഒരു ഫുഡ് ചെയിൻ ആണ്. എന്നാൽ പുല്ല്, മാന്, പുലി, പുല്ല്, പശു, പുലി എന്നിവ വരുവാണെങ്കിൽ അതെന്താണ്? അതൊരു ജാലമായിട്ട് മാറി. അതൊരു ആഹാര ശൃംഖല ജാലം അല്ലെങ്കിൽ ഫുഡ് ചെയിൻ ആയിട്ട് മാറി. അപ്പം ഫുഡ് ചെയിൻ എന്താണ്, ഫുഡ് വെബ് എന്താണെന്ന് മനസ്സിലായോ? അതൊരു ഫുഡ് വെബ് ആയിട്ട് മാറി കേട്ടോ. ഫുഡ് വെബ് ആയിട്ട് മാറി. അപ്പൊ എന്താണ് ഫുഡ് ചെയിൻ, എന്താണ് ഫുഡ് വെബ് എന്ന് മനസ്സിലായേ? ക്ലിയർ ആയാലോ? ക്ലിയർ ആയേ? അപ്പൊ ആഹാര ശൃംഖല ജാലത്തിലെ ഒറ്റ ശ്രേണിയിലുള്ള ഒരു ആഹാര ബന്ധത്തെയാണ് നമ്മൾ ആഹാര ശൃംഖല അല്ലെങ്കിൽ ഫുഡ് ചെയിൻ എന്ന് പറയുന്നത്. തിരിച്ച് ആഹാരത്തിനായി ജീവികൾ പരസ്പരം ആശ്രയിക്കുന്നു. ജീവികളുടെ ഈ പരസ്പര ബന്ധത്തെ നമ്മൾ പറയുന്നത് എന്താണ്? ആഹാര ശൃംഖലാ ജാലം അല്ലെങ്കിൽ ഫുഡ് വെബ് എന്നാണ്. ക്ലിയർ ആയല്ലോ? ഇനി ഈ ശൃംഖകൾ എവിടെയും ഉണ്ടെന്നറിയാമോ? കടലിലുമുണ്ട്. നോക്കിയേ, സ്രാവ്, മത്തി, ചെറുമീനുകൾ, കടലാമ, പ്ലവകങ്ങൾ. നമുക്കറിയാം, പ്ലവകങ്ങൾ ചെറുമീനുകൾ കഴിക്കും, ചെറുമീനുകളെ മത്തി കഴിക്കും, മത്തിയെ സ്രാവ് കഴിക്കും എന്ന് നമുക്ക് പറയാം അല്ലെ. അപ്പം അങ്ങനെയാണെങ്കിൽ നോക്കൂ, ജീവി ആഹാരം സ്രാവിനെ കണവ, സ്രാവ് കഴിക്കുന്ന ആരെയാണ്? കണവ, മീനുകൾ, കടലാമ അല്ലെ. കണവ മീനുകൾ കഴിക്കും, മീനിനെ കടലാമ കഴിക്കും, കടലാമയെ സ്രാവ് കഴിക്കും എന്ന് നമുക്കറിയാം. അതേപോലെ തന്നെ പ്ലവകങ്ങൾ ചെറുമീനുകൾ കഴിക്കും, അതേപോലെ തന്നെ അത് മത്തി കഴിക്കും. മത്തിയുടെ ആഹാരമാണ് ചെറുമീനുകളും പ്ലവകങ്ങളും. ഇനി കടലാമയുടെ ആഹാരം എന്തൊക്കെയാണ്? സസ്യഭാഗങ്ങളും മീനുകളുമാണ്. ചെറുമീനുകൾ എന്താണ് കഴിക്കുന്നത്? പ്ലവകങ്ങളാണ്. അപ്പൊ ഇതിനകത്ത് പറയാൻ പറ്റുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യം, അല്ലെങ്കിൽ ചോദിക്കാൻ പറ്റുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യം എന്താണ്? എന്താണ് പ്ലവകങ്ങൾ? സമുദ്രം എന്ന ആവാസ വ്യവസ്ഥയിലെ ഉൽപാദകരാരാണെന്ന് ചോദിച്ചാൽ അത് പ്ലവകങ്ങളാണ്. ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചിരുന്നോളുക. സമുദ്രം എന്ന ആവാസ വ്യവസ്ഥയിലെ ഉൽപാദകരാരാണെന്ന് ചോദിച്ചാൽ അത് ആരാണ്? പ്ലവകങ്ങളാണ്. ബോക്സിൽ തന്നെ കൊടുത്തിട്ടുണ്ട്, SCRT-യിൽ പഠിച്ചിരുന്നോളുക. സമുദ്രം എന്ന ആവാസ വ്യവസ്ഥയിലെ ഉൽപാദകരാരാണെന്ന് ചോദിച്ചാൽ ആരാണത്? പ്ലവകങ്ങളാണ്. അപ്പൊ എന്താ പ്ലവകങ്ങൾ എന്നറിയണമല്ലോ. എന്താ പ്ലവകങ്ങൾ? ജലാശയങ്ങളിൽ സ്വതന്ത്രമായി ഒഴുകി നടക്കുന്ന ചെറു സസ്യങ്ങളാണ് പ്ലവകങ്ങൾ. നമ്മളും കണ്ടിട്ടുണ്ട് അല്ലെ. ജലാശയങ്ങളിൽ സ്വതന്ത്രമായി ഒഴുകി നടക്കുന്ന സസ്യങ്ങളെ കണ്ടിട്ടില്ലേ? ആ സസ്യങ്ങളെയാണ് നമ്മൾ പ്ലവകങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ സമുദ്രം എന്ന ആവാസ വ്യവസ്ഥയിലെ ഉൽപാദകരാരാണ്? പ്ലവകങ്ങളാണ്. അപ്പൊ നമ്മളോടുള്ള ചോദ്യം, മനുഷ്യ ശൃംഖലയിലെ, ആഹാര ശൃംഖലയിലെ ഉൽപാദകരാരാണ്? ഉൽപാദകരാരാണ്? ആരാണ് ഉൽപാദകര്? എല്ലാത്തിനകത്തും ഉൽപാദകരായിട്ട് വരുന്ന ആരാണ്? ഇവിടെ ഒരാൾ വന്നു, ഇവിടെ ഒരാൾ വന്നു, ഇപ്പുറത്തെടുക്കാണെങ്കിൽ ഇവിടെ ഒരാൾ വന്നു, ഇവിടെ ഒരാൾ വന്നു. ഇതെല്ലാം ആരാ? സസ്യങ്ങളാണ്. സസ്യങ്ങളാണ് അല്ലെ.
സസ്യങ്ങളാണ്. അപ്പൊ ഓർക്കേണ്ട കാര്യം, എല്ലാ ശൃംഖലകളും മനുഷ്യന്റെ ആഹാര ശൃംഖലയിൽ എല്ലാ ശൃംഖലകളും ആരംഭിക്കുന്ന ജീവി വിഭാഗം ഏതാണ്? മനുഷ്യന്റെ അല്ല, മൃഗങ്ങളുടെ ആയാലും എല്ലാ മൃഗങ്ങളുടെ ആഹാര ശൃംഖലയിൽ ആരംഭിക്കുന്ന ജീവി വിഭാഗം ഏതാണ്? സസ്യങ്ങളാണ് അവിടുത്തെ ഉൽപാദകർ. ഇനി സമുദ്രം എന്ന ആവാസ വ്യവസ്ഥയിൽ ഉൽപാദകർ ആരാണ്? അത് പ്ലവകങ്ങളാണ്. ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചിരുന്നോളുക കേട്ടോ. അപ്പൊ ആഹാര ശൃംഖല നമുക്കറിയാം, പുല്ല്, പുൽച്ചാടി, കോഴി, കുറുക്കൻ, കഴുകൻ എന്നിങ്ങനെ അങ്ങോട്ട് പോകും. അപ്പൊ എല്ലാ ശൃംഖലകളും ആരംഭിക്കുന്ന ജീവിവിഭാഗം സസ്യങ്ങളാണ്, അവരാണ് ഉൽപാദകർ എന്ന് പറയുന്നത്. ഇനി സമുദ്രം എന്ന ആവാസ വ്യവസ്ഥയിലെ ഉൽപാദകർ ആരാണെന്ന് ചോദിച്ചാൽ അത് പ്ലവകങ്ങളാണ്. ക്ലിയർ ആയോ? ക്ലിയർ ആയേ? അപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തോളുക. ഇതിപ്പം തന്നെ നമ്മുടെ കൂടെ തന്നെ പഠിച്ചു വെക്കോളുക. അടുത്ത ക്ലാസ് ആരംഭിക്കാം. ഇനി രണ്ടാമത്തെ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുമ്പോൾ ഇതിൽ നിന്നുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ടേ നമ്മൾ തുടങ്ങത്തുള്ളൂ. അപ്പൊ പഠിച്ചു വെക്കോളുക നമ്മുടെ കൂടെ തന്നെ. ഇനി നോക്കിയേ, ജലാശയങ്ങളിൽ സ്വതന്ത്രമായി ഒഴുകി നടക്കുന്ന ചെറു സസ്യങ്ങളാണ് പ്ലവകങ്ങൾ എന്ന് നമ്മൾ പറഞ്ഞായിരുന്നു അല്ലെ. അടുത്തൊരു ബോക്സിനകത്ത് കൊടുത്തിരിക്കുന്നതാണ് എന്തുകൊണ്ട് കടുവ സംരക്ഷണം. വായിച്ചു നോക്കാവുന്ന ഭക്ഷ്യശൃംഖലയിലെ ഏറ്റവും ഉയർന്ന കണ്ണിയിൽപ്പെടുന്ന ജീവിയാണ് കടുവ എന്ന് പറയുന്നത് അല്ലെ. ഒരു ആവാസ വ്യവസ്ഥയിൽ സസ്യാഹാരികളുടെയും മാംസാഹാരികളുടെയും എണ്ണം ആരോഗ്യകരമായി നിലനിർത്താൻ ഓരോ കണ്ണിയിലേയും ജീവികൾക്ക് പങ്കുണ്ട്. ആഹാര ശൃംഖലയിലെ താഴെ കണ്ണിയിലുള്ള ചില ജീവിവർഗങ്ങൾ നശിച്ചാൽ അവയ്ക്ക് പകരം അതേ ധർമ്മം ചെയ്യുന്ന മറ്റ് ജീവിവർഗങ്ങൾ ഉണ്ടായെന്ന് വരാം. കടുവയെ പോലുള്ള ജീവികൾ ഇല്ലാതായാൽ പകരം ആ ധർമ്മം വഹിക്കാൻ ആരെങ്കിലും ഉണ്ടാകുമോ? ഇല്ല അല്ലെ, ആരും ഉണ്ടാകില്ല. കാരണം അങ്ങനെയുള്ള മാംസഭോജികൾ ഇല്ല. അപ്പം മാംസഭോജികൾ ഉണ്ടാവുന്നില്ല, മറ്റു ജീവികൾ അപ്പോൾ അധികമായിട്ടില്ല. അതിനാൽ കടുവയെ പോലെ ഉയർന്ന കണ്ണിയായ ജീവികളുടെ സംരക്ഷണം പ്രാധാന്യമർഹിക്കുന്നു. കടുവയെ സംരക്ഷിക്കുന്നത് വഴി വലിയൊരു ആവാസ വ്യവസ്ഥ മുഴുവനായിട്ടും എന്ത് ചെയ്യുന്നുണ്ട്? സംരക്ഷിക്കപ്പെടുന്നുണ്ട് എന്ന് ഓർത്തിരിക്കാം. ഓക്കെ, അപ്പൊ ഇത് പറഞ്ഞതുകൊണ്ട് നമ്മൾ പറയാണ് കേരളത്തിലെ ആദ്യത്തെ കടുവ റിസർവ് എവിടെയാണ്? കടുവ വന്യജീവി സങ്കേതം എവിടെയാണ്? പെരിയാറാണ് കേട്ടോ. ഓർത്തിരുന്നോളുക ഒന്ന്. കേരളത്തിലെ ആദ്യത്തെ കടുവ സംരക്ഷണ കേന്ദ്രമാണ്, സങ്കേതമാണ്. അങ്ങനെയാണെങ്കിൽ പെരിയാറാണ് ഇന്ത്യയിലെ പത്താമത്തെ ടൈഗർ റിസർവ് ഏതാണെന്ന് ചോദിച്ചാൽ അതും പെരിയാറാണ്. കേരളത്തിലെ ആദ്യത്തെ ടൈഗർ റിസർവും ഇന്ത്യയിലെ 10ാമത്തെ ടൈഗർ റിസർവുമാണ് പെരിയാർ വന്യജീവി സങ്കേതം അല്ലെങ്കിൽ പെരിയാർ ടൈഗർ റിസർവ് എന്ന് പറയുന്നത്. പെരിയാർ ടൈഗർ റിസർവ്. ഇനി പെരിയാർ ടൈഗർ റിസർവ് സ്ഥിതി ചെയ്യുന്നത് എവിടേക്കാണെന്ന് ചോദിച്ചാൽ ഏതൊക്കെ ജില്ലകളിലൂടെയാണ്? ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം എന്നീ ജില്ലകളിലാണ് കേട്ടോ. ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം എന്നീ ജില്ലകളിലാണിത് കിടക്കുന്നത്. ഇനി വേറൊരു ചോദ്യം, 2018 മികച്ച കടുവ സങ്കേതമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഈ പെരിയാറും അതേപോലെ തന്നെ മധ്യപ്രദേശിലുള്ള പെംച് എന്ന വന്യജീവി സങ്കേതവുമാണെന്ന് ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. 2018 മികച്ച കടുവ വന്യജീവി സങ്കേതമായി തിരഞ്ഞെടുത്തത് പെരിയാർ വന്യജീവി സങ്കേതവും മധ്യപ്രദേശിലെ പെൻസ് വന്യജീവി സങ്കേതവുമാണ്. കടുവ വന്യജീവി സങ്കേതവുമാണ്. 2018 രാജ്യത്തെ ഏറ്റവും മികച്ച 2018 രാജ്യത്തെ ഏറ്റവും മികച്ച കടുവ സംരക്ഷണ പ്രവർത്തനം നടപ്പിലാക്കിയ സംസ്ഥാനം എന്ന ബഹുമതി ലഭിച്ചത് എവിടെയാണ്? നമ്മുടെ കേരളത്തിനാണ് കേട്ടോ. 2018 കേരള. ഓക്കെ, കേരളത്തിനാണ് എന്ന് ഓർത്തിരിക്കാം. ഇനി ഇവിടുന്ന് ചോദിക്കാൻ പറ്റുന്ന മറ്റൊരു ചോദ്യമുണ്ട്. ആഗോള കടുവാ ദിനം എന്നാണ്? ജൂലൈ 28 ആഗോള കടുവാ ദിനം എന്നാണ്? ജൂലൈ 28 ഇന്ത്യ ഗവൺമെന്റ് പ്രോജക്ട് ടൈഗർ പദ്ധതി, ടൈഗറിനെ സംരക്ഷിക്കുന്നതിനുള്ള പദ്ധതി പ്രോജക്ട് ടൈഗർ പദ്ധതി കൊണ്ടുവന്നത് എന്നാണ്? 1973 ഏപ്രിൽ 1 കേട്ടോ. 1973 ഏപ്രിൽ 1 ഇന്ത്യ ഗവൺമെന്റ് പ്രോജക്ട് ടൈഗർ പദ്ധതി നിലവിൽ വന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇതിന്റെ കൂടെ പഠിക്കുക, ഒന്ന് ഓർത്തിരുന്നോളുക. ക്ലിയർ ആയി? ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്താണ് ആവാസം അല്ലെങ്കിൽ ഹാബിറ്ററ്റ് എന്ന് പറയുന്നത്? എന്താണ് ആവാസം അല്ലെങ്കിൽ ഹാബിറ്ററ്റ്? നിരവധി ജീവികൾക്ക് നിലനിൽപ്പിന് ആവശ്യമായ എല്ലാ ഘടകങ്ങളും അടങ്ങിയ ചുറ്റുപാടാണ് ആവാസം അല്ലെ. വയല്,
പുൽമേടുകൾ, മരുഭൂമി, ധ്രുവപ്രദേശം, കണ്ടൽക്കാടുകൾ, സമുദ്രം, വനങ്ങൾ എന്നിവയെല്ലാം ഓരോന്നിന്റെ ആവാസ വ്യവസ്ഥയാണ്, ആവാസമാണ്. അപ്പൊ നിരവധി ജീവികൾക്ക് നിലനിൽപ്പിന് ആവശ്യമായ എല്ലാ ഘടകങ്ങളും അടങ്ങിയ ചുറ്റുപാടിനെയാണ് ആവാസം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഹാബിറ്ററ്റ് എന്ന് പറയുന്നത്. ഒരു ആവാസത്തിൽ ജീവികൾക്ക് നിലനിൽക്കാൻ ആവശ്യമായ ജീവിയവും അജീവിയവുമായ ഘടകങ്ങൾ ഉണ്ടായിരിക്കും. അപ്പൊ ആവാസം എന്താണെന്ന് ക്ലിയർ ആയല്ലോ. പ്രസ്താവനയായിട്ട് വരാൻ ചാൻസ് ഉണ്ട്, പഠിച്ചിരുന്നോളുക. നിരവധി ജീവികൾക്ക് നിലനിൽപ്പിന് ആവശ്യമായ എല്ലാ ഘടകങ്ങളും അടങ്ങിയ ചുറ്റുപാടാണ് ആവാസം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ബോക്സ് അവിടെ കൊടുത്തിരുന്നതാണ്, SCRT ടെക്സ്റ്റ് ബുക്കിനകത്ത് കൊടുത്തിരിക്കുന്നതാണ് അധിനിവേശക്കാർ. നോക്കിയേ, നമുക്ക് ഈ പാഠം കാണുമ്പോഴേ അറിയാം ഇതാരാണ്? ആഫ്രിക്കൻ മുഷിയാണ് അല്ലെ, ആഫ്രിക്കൻ മുഷിയാണ്. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ കാണപ്പെടുന്ന ഒരു മത്സ്യമാണ് ആഫ്രിക്കൻ മുഷി. ഇവ വളരെ പെട്ടെന്ന് വളർന്നു പെരുകുന്നു. കേരളത്തിലെ ചില ജലാശയങ്ങളിൽ അധിനിവേശ മത്സ്യമായി ഇവ കാണപ്പെടുന്നു. ജലാശയങ്ങളിലെ നാടൻ മത്സ്യങ്ങളെയാണ് ആഫ്രിക്കൻ മുഷി ആഹാരമാക്കുന്നത്. ഇവയെ ആഹാരമാക്കുന്ന ജീവികൾ നമ്മുടെ ജലാശയങ്ങളിൽ കാണപ്പെടുന്നില്ല. അപ്പം ഒന്ന് ആലോചിച്ച് നോക്കി, ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് പറയുന്നുണ്ട്. ആഫ്രിക്കൻ മുഷി ആരെയാണ് ആഹാരമാക്കുന്നത്? നമ്മുടെ ജലാശയങ്ങളിലുള്ള നാടൻ മത്സ്യങ്ങളെയാണ് ആഹാരമാക്കുന്നത്. അപ്പം അത് നമ്മുടെ ആവാസ വ്യവസ്ഥയ്ക്ക് ഒരു ഭീഷണിയല്ലേ? നമ്മുടെ ആവാസ വ്യവസ്ഥയ്ക്ക് ഭീഷണിയാണ് ആഫ്രിക്കൻ മുഷി എന്ന് പറയുന്നത്. കാരണം അവയെ ആഹാരമാക്കുന്ന ജീവികളൊന്നും എവിടെയില്ല, നമ്മുടെ ജലാശയങ്ങളിലില്ല. അപ്പൊ ഇവ ഇങ്ങനെ പെരുകിക്കൊണ്ടിരിക്കും. ഇവ എന്ത് ചെയ്യും? നാടൻ മത്സ്യങ്ങളെ കഴിച്ചുകൊണ്ടിരിക്കും. പക്ഷെ ഇവയ്ക്കൊന്നും സംഭവിക്കുന്നില്ല. അപ്പൊ അതെന്ത് സംഭവിക്കുന്നതാണ്? നമ്മുടെ ആവാസ വ്യവസ്ഥയ്ക്ക് ഇതൊരു ഭീഷണിയാണ് എന്ന് ഓർത്തിരിക്കാം. ക്ലിയർ ആയോ? ക്ലിയർ ആയ എത്രയും കാര്യങ്ങൾ. ഇനി അടുത്തതിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പടം കണ്ടപ്പോഴേ മനസ്സിലായി ഇത് എന്തിനെ പറ്റിയുള്ള പടമാണ്? ഫോട്ടോസിന്തസിസ് അല്ലെങ്കിൽ പ്രകാശ സംശ്ലേഷണത്തെ പറ്റിയുള്ള പടമാണ് അല്ലെ, ഫോട്ടോസിന്തസിസ്. എന്താണ് ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത്? എന്താ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത്? സസ്യങ്ങള് ആഹാരം നിർമ്മിക്കുന്ന പ്രോസസ്സാണ് ഫോട്ടോസിന്തസിസ്. വളരെ സിമ്പിൾ ആയിട്ട് പറയാണ്, സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്ന പ്രോസസ്സാണ് ഫോട്ടോസിന്തസിസ്. ഇനി നമുക്കിവിടെ എന്താ വരുന്നേ? എന്തുകൊണ്ടാണ് അത് ആഹാരം നിർമ്മിക്കുന്നത്? ഏതൊക്കെ ഘടകങ്ങൾ അതിൽ ഉൾപ്പെടുന്നു? അതിന്റെ പ്രൊഡക്റ്റ് ആയിട്ട് വരുന്ന അല്ലെങ്കിൽ അതിന്റെ ഉൽപ്പന്നമായിട്ട് എന്താണ് വരുന്നത്? ഇതൊക്കെയാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, അപ്പം സിമ്പിൾ ആയിട്ട് ഓർത്തിരിക്കുക, സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്ന പ്രക്രിയ പ്രകാശ സംശ്ലേഷണം അല്ലെങ്കിൽ ഫോട്ടോസിന്തസിസ്. അപ്പൊ അത് എന്തുകൊണ്ടാണ് എന്ത് വെച്ചാണ്, എന്തുപയോഗിച്ചാണ് ആഹാരം നിർമ്മിക്കുന്നത്? കേട്ടോ, കാർബൺ ഡൈ ഓക്സൈഡ്, ജലം എന്നിവ ഉപയോഗിച്ച് സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്നു. കാർബൺ ഡൈ ഓക്സൈഡ്, ജലം എന്നിവ ഉപയോഗിച്ച് എന്ത് ചെയ്യുന്നു? സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്നു. സൂര്യപ്രകാശത്തിൽ നിന്നുള്ള ഊർജമാണ് ഇതിനെ പ്രയോജനപ്പെടുത്തുന്നത്. അപ്പൊ ഇതിന് പ്രയോജനപ്പെടുത്തുന്നത് എന്തുകൊണ്ടാണ്? സൺലൈറ്റ് ആവശ്യമാണ് അല്ലെ, സൂര്യപ്രകാശം മൂലമാണ്, അല്ലെങ്കിൽ സൂര്യപ്രകാശത്തിന്റെ ഊർജമാണ് ഇതിനായിട്ട് പ്രയോജനപ്പെടുത്തുന്നത് അല്ലെങ്കിൽ ഉപയോഗപ്പെടുത്തുന്നത്. അതിനാൽ ഈ പ്രക്രിയയെ പ്രകാശ സംശ്ലേഷണം അല്ലെങ്കിൽ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നു. ഇലകളിൽ ഹരിതകം അല്ലെങ്കിൽ ക്ലോറോഫിൽ എന്ന വർണ്ണമാണ് സസ്യങ്ങളെ ആഹാരം നിർമ്മിക്കാനായി സഹായിക്കും. നമുക്കറിയാം ഇലകൾക്ക് പച്ച നിറം നൽകുന്നത് ഹരിതകമാണ് ഇലകൾക്ക് പച്ച നിറം നൽകുന്നത്. ക്ലോറോഫിലാണ് ഇലകൾക്ക് പച്ച നിറം നൽകുന്നത്. അത് ഇമ്പോർട്ടന്റ് ആ, പഠിച്ചോളുക ഇതിന്റെ കൂടെ തന്നെ കേട്ടോ. ഈ പ്രവർത്തനത്തിന്റെ ഫലമായി എന്താണ് ഉണ്ടാകുന്നത്? ഓക്സിജൻ ഉണ്ടാകുന്നു. ഈ പ്രവർത്തനത്തിന്റെ ഫലമായി എന്തുണ്ടാകുന്നു? ഓക്സിജൻ ഉണ്ടാകുന്നു. അപ്പം പ്രകാശ സംശ്ലേഷണം അവിടെ കഴിഞ്ഞു. നിങ്ങൾ പഠിച്ചു എന്താ ഫോട്ടോസിന്തസിസ് അല്ലെങ്കിൽ പ്രകാശ സംശ്ലേഷണം. കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ഉപയോഗിച്ച് സൺലൈറ്റിന്റെ സാന്നിധ്യത്തില് ഇലകൾ എന്ത് നിർമ്മിക്കുന്നു? ആഹാരം നിർമ്മിക്കുന്നു. ഇലകളെ ഈ ആഹാരം നിർമ്മിക്കാൻ സഹായിക്കുന്നത് ഇലകളിലെ പച്ച നിറമായ ഹരിതകം അല്ലെങ്കിൽ ക്ലോറോഫിൽ ആണ്. ആ പോയിന്റ് ഇത്രയും വലിയ ബോക്സ് ഒന്നും പഠിക്കണ്ട, സിമ്പിളാ. ഇത്രയും പോയിന്റ് പഠിച്ചാൽ മതി. എന്താണ് ഫോട്ടോസിന്തസിസ് അല്ലെങ്കിൽ പ്രകാശ സംശ്ലേഷണം? പ്രീവിയസ് ഇയർ ആയിട്ട് ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളതാണ്. ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ്, റിപ്പീറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളതാണ് ഈ ഭാഗത്ത് നിന്ന്. നമ്മൾ വിചാരിക്കും ഇതൊക്കെ സിമ്പിൾ, 5ാം ക്ലാസ്സിലെ പാഠമല്ലേ, നമുക്ക് പെട്ടെന്ന് എഴുതാം. ഓക്കെ, പെട്ടെന്ന് എഴുതാന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷെ കൃത്യമായിട്ട് പഠിച്ചില്ലേ, എക്സാം ഹാളിൽ പോയിരുന്ന് അയ്യോ ഇനി ഉത്പാദിപ്പിക്കുന്നതാണോ ഓക്സിജൻ അല്ല നിർമ്മിക്കാനാണോ ഓക്സിജൻ എന്നൊക്കെ അവരുടെ കൺഫ്യൂഷൻ വരും. പ്രസ്താവന ചോദ്യമാണെങ്കിൽ നമ്മളായിട്ട് കുഴപ്പിക്കും. അപ്പൊ ക്ലിയർ ആയിട്ട് പഠിച്ചു പോവുക. ഓക്കെ, സിമ്പിൾ ആണെന്നൊക്കെ വിചാരിക്കാതെ ക്ലിയർ ആയിട്ട്, സിമ്പിൾ ആണ് പക്ഷെ അത് ക്ലിയർ ആയിട്ട് നിങ്ങൾ പഠിച്ചു പോവുക. അപ്പം ഒന്നുകൂടെ പറയാണ്, എന്താ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത്?
കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ഉപയോഗിച്ച് സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ, അപ്പൊ സൂര്യപ്രകാശത്തിന്റെ ഊർജ്ജമാണ് ഫോട്ടോസിന്തസിസിനായിട്ട് നമ്മൾ എടുക്കുന്നത്. സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തില് സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്ന പ്രക്രിയയാണ് ഫോട്ടോസിന്തസിസ് അല്ലെങ്കിൽ പ്രകാശ സംശ്ലേഷണം. ഇതിന് സഹായിക്കുന്നത് ഇലകളിലെ പച്ച നിറമായ ഹരിതകം അല്ലെങ്കിൽ ക്ലോറോഫിൽ ആണ്. തീർന്നു അവിടെ, ഫോട്ടോസിന്തസിസ് അവിടെ തീർന്നു. ക്ലിയർ ആയോ എല്ലാവർക്കും? ക്ലിയർ ആയി? അപ്പൊ ആ ഇക്വേഷൻസ് കൂടെ അല്ലെങ്കിൽ ആ ഫോർമുലയും കൂടി ഒന്ന് പഠിച്ചു വെക്കാം. 6CO2 plus 6H2O gives C6H12O6 plus 6O2. ഇതെന്താണെന്ന് അറിയാമോ? പ്രകാശ സംശ്ലേഷണത്തിന്റെ പ്രോസസ് ആണ് കേട്ടോ, പ്രകാശ സംശ്ലേഷണം. അപ്പം ഇവിടെ ഒരു സൺലൈറ്റ് കൂടെ വരും. നമ്മൾ സൺലൈറ്റിന്റെ സാന്നിധ്യത്തിലാണ് ഇത് നടത്തുന്നത്, പ്രയോജനപ്പെടുത്തുന്നത് എന്നൊന്ന് ഓർത്തിരിക്കുക. സസ്യങ്ങൾ സൺലൈറ്റിന്റെ പ്രകാശത്തിലാണ്, സൂര്യപ്രകാശത്തിന്റെ ഊർജ്ജം ഉപയോഗിച്ചാണ് പ്രകാശ സംശ്ലേഷണം നടക്കുന്നതെന്ന് ഓർത്തിരിക്കുക. അപ്പം കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ചേർന്ന് എന്തായിട്ട് മാറും? ഗ്ലൂക്കോസും ഓക്സിജനും ആയിരിക്കും. അപ്പം ഒരു ചോദ്യം വരും, എന്തുപയോഗിച്ചാണ്, താഴെ പറയുന്നവയിൽ ഏതുപയോഗിച്ചാണ് സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്നത്? ഓപ്ഷൻസിനകത്ത് ഇങ്ങനെ ആയിരിക്കും: കാർബൺ ഡൈ ഓക്സൈഡ്, ഓക്സിജന്, നൈട്രജന്, ഫോസ്ഫറസ്. അപ്പൊ ഏതാ? കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഓർത്തിരുന്നോണം, പ്രീവിയസ് ഇയർ ചോദ്യമാണ് നമ്മൾ ഈ പറയുന്നത്. ക്ലിയർ ആയോ? അപ്പൊ ഓർത്തിരുന്നോളുക അത്രയും കാര്യങ്ങളാണ്. ഇവിടെ നമ്മളത് കൊടുത്തിട്ടുണ്ട്. പ്രകാശ സംശ്ലേഷണത്തിന്റെ ഉൽപ്പന്നങ്ങൾ ഏതൊക്കെയാണ്? ഉൽപ്പന്നം ഏതാ? ഗ്ലൂക്കോസും ഓക്സിജനുമാണ് അല്ലെ, ഗ്ലൂക്കോസും ഓക്സിജനും പഠിച്ചു വെക്കോളുക. പ്രകാശ സംശ്ലേഷണത്തിന്റെ ഉൽപ്പന്നങ്ങൾ ഗ്ലൂക്കോസും ഓക്സിജനുമാണ്. നമുക്കറിയാം, നമ്മൾ സസ്യങ്ങൾ പിടിപ്പിക്കണമെന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ശുദ്ധമായ വായു ലഭിക്കും. നമ്മൾ ശ്വസിക്കുന്ന വായു ഏതാ? ഓക്സിജനാ. അതാരാ തരുന്നേ? സസ്യവ. അപ്പൊ സസ്യം തരുന്നത് എന്തൊക്കെയാ, അല്ലെങ്കിൽ സസ്യത്തിന്റെ ഉൽപ്പന്നം എന്തൊക്കെയാണ്? പ്രകാശ സംശ്ലേഷണത്തിന്റെ ഉൽപ്പന്നങ്ങൾ എന്തൊക്കെയാണ്? ഗ്ലൂക്കോസും ഓക്സിജനും. ഓർത്തിരിക്കാലോ, അങ്ങനെ ഓർത്തിരിക്കാലോ. അപ്പം ഗ്ലൂക്കോസും ഓക്സിജനുമാണ് പ്രകാശ സംശ്ലേഷണത്തിന്റെ ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നത്. എല്ലാ ജീവികളും സസ്യങ്ങൾ ഉൾപ്പെടെ ശ്വസനത്തിനായി ഉപയോഗിക്കുന്ന വാതകം ഏതാണ്? ഓക്സിജൻ ആണ്. ശ്വസന ഫലമായി എല്ലാ ജീവികളും പുറന്തള്ളുന്ന വാതകം ഏതാണ്? അത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. പ്രകാശ സംശ്ലേഷണത്തിനായി സസ്യങ്ങൾ പ്രയോജനപ്പെടുത്തുന്ന അന്തരീക്ഷ വാതകം ഏതാണെന്ന് ചോദിച്ചാൽ അത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഇലകളിൽ പച്ച നിറമുള്ള വർണ്ണകം, കണ്ടോ, ബോക്സിൽ തന്നെ കൊടുത്തിട്ടുണ്ട്, ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഓർത്തോണം, ഹരിതകമാണ്. ഇലകളിലെ പച്ച നിറമുള്ള വർണ്ണകം ഹരിതകം, ക്ലോറോഫിൽ ആണ്. ഇലകളിലെ പച്ച നിറമുള്ള വർണ്ണകം ക്ലോറോഫിൽ, ഹരിതകം. പഠിച്ചോ? ഇലകളിലെ പച്ച നിറമുള്ള വർണ്ണകം ഹരിതകം അല്ലെങ്കിൽ ക്ലോറോഫിൽ. ആ പേരിനകത്തുണ്ട് ഹരിതകം. ഹരിതാഭം നിറഞ്ഞതാണ് സസ്യങ്ങൾ. ഹരിതകം. പച്ച നിറം നൽകുന്ന ഏതാ? ഹരിതകമാണ്. ഹരിതകം. ഓക്കെ ആണേ? ക്ലിയർ ആയേ? അങ്ങനെയാണെങ്കിൽ സസ്യങ്ങളുടെ വിവിധ ഭാഗങ്ങൾക്ക് നിറം കൊടുക്കുന്ന വർണ്ണകങ്ങൾ നോക്കാം. ഇത് ബോക്സിനകത്ത് തന്നെ SCRT-ലുണ്ട്, പഴയ ടെക്സ്റ്റ് ബുക്കിലും ഉണ്ട്, പുതിയ ടെക്സ്റ്റ് ബുക്കിലും ഉണ്ട്. ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചോളുക. അതുകൊണ്ട് പ്രീവിയസ് ഇയർ ചോദ്യത്തിനകത്തും ചോദിച്ചിട്ടുണ്ട്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിനകത്ത് ചോദിച്ചിട്ടുണ്ട്. നമ്മൾ അടുത്ത ക്ലാസ് തുടങ്ങുമ്പോൾ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തന്നിട്ടാണ് തുടങ്ങുന്നത്. അപ്പൊ ഇത് പഠിച്ചിട്ടേ വന്ന് അറ്റൻഡ് ചെയ്യാവൂ കേട്ടോ. പഠിച്ചിട്ടേ അറ്റൻഡ് ചെയ്യാം. ഇപ്പം പഠിച്ചു വെക്കോളൂ. ഇപ്പം തന്നെ അങ്ങ് പഠിച്ചു നോക്കോളൂ. ചുവപ്പ് നിറം എന്താണ്? ആന്തോസയാനിൻ. സസ്യങ്ങൾക്ക് ചുവപ്പ് നിറം നൽകുന്നത് ആന്തോസയാനിൻ ആണ്. സസ്യങ്ങൾക്ക് ഓറഞ്ച് നിറം നൽകുന്നത്, ഒരു ഓറഞ്ചും മഞ്ഞയും കളറുന്ന നിറം നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ, അത് നൽകുന്നത് ആരാണ്? കരോട്ടിൻ ആണ്. അങ്ങനെയെങ്കിൽ സസ്യങ്ങൾക്ക് മഞ്ഞ നിറം നൽകുന്നത് ഏതാണ്? സാന്തോഫിൽ ആണ്. ക്ലിയർ ആയോ? അപ്പൊ ഈ 3 കാര്യങ്ങളൊന്ന് പഠിച്ചോളുക. ചുവപ്പ് ആന്തോസയാനിൻ, ഓറഞ്ച് കരോട്ടിൻ. ഓറഞ്ച് കരോട്ടിൻ നോക്കാന് ക്യാരറ്റിന്റെ നിറം ഓറഞ്ച് അല്ലേ, അപ്പം കരോട്ടിൻ ഓറഞ്ച് എന്നൊന്ന് ഓർത്തിരിക്കാം. കരോട്ടിൻ ഓറഞ്ച്. പിന്നെ വരുന്ന എന്താണ്? മഞ്ഞ സാന്തോഫിലാണ്. ചുവപ്പ് ആന്തോസയാനിനാണ് ചുവപ്പ്. ഓക്കെ ആണേ? ക്ലിയർ ആയേ? അങ്ങനെയാണെങ്കിൽ അടുത്തത്, അതും ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ പണ്ട് ഒരു ഇതൊക്കെ വെച്ച് പഠിച്ചതാണ്, ബോഫൻ അല്ലെ. ബോഫൻ നമ്മൾ പബ്ലിക്കായിട്ടുള്ള ഒരു ക്ലാസ്സിനകത്ത് നമ്മൾ പറഞ്ഞാണ് ബോഫൻ. അന്തരീക്ഷത്തിലെ വാതകങ്ങളുടെ അളവ്. അന്തരീക്ഷത്തിൽ ആരാണ് ഏറ്റവും കൂടുതൽ ഉള്ളത്? നൈട്രജൻ. ഭൂമിയിൽ ആരാണ്? ഓക്സിജൻ അല്ലെ. അങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞാണ്. അപ്പൊ ഇതൊന്ന് ഓർത്തിരിക്കാം. അന്തരീക്ഷത്തിൽ ഞാൻ ബോഫൻ എന്താ ഞാൻ pH പറയാത്തതെന്നൊക്കെ തോന്നും. pH ഒന്നും പറഞ്ഞ് കൺഫ്യൂഷൻ ആക്കാത്തതാ. ഇപ്പൊ അത് പഠിക്കണ്ട, നമ്മൾ അത് വരും ക്ലാസ്സുകളിൽ പറയും. ഇപ്പൊ അത് പഠിക്കണ്ട. ഇപ്പം അന്തരീക്ഷം AN എന്ന് ഓർത്തിരുന്നാൽ മതി. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന
വാതകം ഏതാണ്? നൈട്രജൻ ആണ്. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകം ഏതാണ്? നൈട്രജൻ ആണ്. പിക്ചർ കണ്ടോ? ഈ പിക്ചർ ഇങ്ങനെ തന്നെ ഉള്ളതാ, SCRT ടെക്സ്റ്റ് ബുക്കിനകത്തുള്ളതാ. അപ്പൊ ചോദിച്ചൂടെ? ചോദിക്കും. അപ്പം അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്? നൈട്രജൻ ആണ്. ഇനി അന്തരീക്ഷത്തിൽ രണ്ടാമതായി ഏറ്റവും കൂടുതലുള്ളത് ഏതാണ്? ഓക്സിജൻ ആണ്. പിന്നെ ആർഗൺ ആണ്, പിന്നെ കാർബൺ ഡൈ ഓക്സൈഡ്, മറ്റുള്ളവ എന്നിങ്ങനെയൊക്കെ അങ്ങോട്ട് പോകും. അപ്പം അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകം ഓക്സിജൻ ആണോ? അല്ല, നൈട്രജൻ. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകം നൈട്രജൻ, രണ്ടാമത് കാണപ്പെടുന്നത് ഓക്സിജൻ. മറന്നുപോവല്ലേ. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകം ചോദിച്ചു കഴിഞ്ഞാൽ അത് നൈട്രജൻ ആണ്, രണ്ടാമത്തെ വാതകം ഓക്സിജൻ ആണ്. നമുക്കൊന്ന് നോക്കാം. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം നൈട്രജൻ, അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള രണ്ടാമത്തെ വാതകം ഓക്സിജൻ, അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള സംയുക്തമാണ് ചോദിച്ചേക്കുന്നത്, വാതകമല്ല, സംയുക്തം ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള അലസവാതകം ഹീലിയം ആണോ? അല്ല, ഏതാ? ആർഗൺ ആണ് കേട്ടോ. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള അലസവാതകം ഏതാണെന്ന് ചോദിച്ചാൽ അത് ആർഗൺ ആണ്. ഉറപ്പായേ? നിങ്ങൾ പഠിച്ചേ? അപ്പൊ ഞാൻ ഒന്ന് ചോദിക്കാം, നിങ്ങൾ അങ്ങ് കമന്റ് ചെയ്തോ. 1, 2, 3, 4 എന്നും പറഞ്ഞുകൊണ്ട് കമന്റ് ചെയ്താൽ മതി. ആദ്യത്തെ ചോദ്യം, അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള സംയുക്തം ഒന്നെന്ന് വെച്ച് കമന്റ് ചെയ്തോ. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള സംയുക്തം എല്ലാവരും കമന്റ് ചെയ്തോ. ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ്. വെരി ഗുഡ്. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള സംയുക്തം ഏതാണ്? അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള സംയുക്തം ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഇനി രണ്ടാമത്തെ ചോദ്യം, അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം 2 എന്ന് എഴുതിയിട്ട് വേണം ഉത്തരം എഴുതാൻ. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം ഏതാണ്? വെരി ഗുഡ്. ഏതാ? നൈട്രജൻ. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം നൈട്രജൻ ആണ്. അടുത്ത ചോദ്യം, അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള അലസവാതകം 3 എന്നിട്ടിട്ട് കമന്റ് ചെയ്തോ. ഏതാ? ആർഗൺ. ആർഗൺ. അടുത്ത ചോദ്യം, അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള രണ്ടാമത്തെ വാതകം കമന്റ് ചെയ്തോ. ഏതാ? അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള രണ്ടാമത്തെ വാതകം ഏതാ? വെരി ഗുഡ്. ഏതാ? ഓക്സിജൻ. പഠിച്ചു. വെരി ഗുഡ്. നിങ്ങൾ പഠിച്ചു. സെറ്റ് അല്ലേ? എല്ലാവർക്കും കിട്ടിയില്ലേ ഇത്? ഓക്കെ അല്ലേ? അപ്പം അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം നൈട്രജൻ, അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള രണ്ടാമത്തെ വാതകം ഓക്സിജൻ, അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള സംയുക്തം കാർബൺ ഡൈ ഓക്സൈഡ്, അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള അലസവാതകം ആർഗൺ. ഓക്കെ ആണല്ലോ അത്രയും കാര്യങ്ങള്? അങ്ങനെയെങ്കിൽ വേറൊരു ബോക്സിലേക്ക് പോവാ. SCRT കൊടുത്ത വേറൊരു ബോക്സാ. സസ്യങ്ങളിലും എന്ത് നടക്കുന്നുണ്ട്? ശ്വസനം നടക്കുന്നുണ്ട്. എല്ലാ ജീവികളും ശ്വസനത്തിനായി ഓക്സിജൻ ആണ് ഉപയോഗിക്കുന്നത്. എന്താണ് ഉപയോഗിക്കുന്നത്? ഓക്സിജൻ ആണ്. ശ്വസന ഫലമായി എന്തുണ്ടാകുന്നു? കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നു അല്ലെ? നമുക്കറിയാം, നമ്മളൊക്കെ പുറത്തോട്ട് വിടുന്നത്, നമ്മൾ ഓക്സിജൻ ശ്വസിക്കുന്നു, കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തോട്ട് വിടുന്നു. ഓക്സിജൻ ശ്വസിക്കുന്നു, കാർബൺ ഡൈ ഓക്സൈഡ് എന്ത് ചെയ്യുന്നു? പുറത്തോട്ട് വിടുന്നു അല്ലെ? അങ്ങനല്ലേ പോകുന്നത്? ജീവികൾ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടുന്നു. ശ്വസന ഫലമായി സസ്യങ്ങളിൽ ഉണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡ് പകൽ സമയത്ത് പ്രകാശ സംശ്ലേഷണത്തിന് ഉപയോഗപ്പെടുത്തുന്നു. അതാണ് അവിടെ ഇമ്പോർട്ടന്റ്. ഓർത്തോളുക. ശ്വസന ഫലമായിട്ട് സസ്യങ്ങളിൽ ഉണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡ് അവ എന്ത് ചെയ്യുന്നു? പകൽ സമയത്ത് ഫോട്ടോസിന്തസിസിന് വേണ്ടി ഉപയോഗിക്കുന്നു. അന്തരീക്ഷത്തിൽ നിന്നുള്ള കാർബൺ ഡൈ ഓക്സൈഡും സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണത്തിനായിട്ട് പ്രയോജനപ്പെടുത്തുന്നുണ്ട്. ഇലകളിലൂടെയാണ് വായു സസ്യത്തിനകത്തേക്ക് പ്രവേശിക്കുന്നത്. ക്ലിയർ ആയോ? അപ്പൊ ഇത്രയും കാര്യങ്ങളൊന്നും ഓർത്തിരിക്കാം. സസ്യങ്ങളിലും എന്ത് നടക്കുന്നുണ്ട്? ശ്വസനം നടക്കുന്നുണ്ട്. ജീവികൾ എന്താണ് പുറത്തോട്ട് വിടുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഇപ്പൊ സസ്യങ്ങൾ പുറത്തോട്ട് വിടുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ആണ് പകൽ സമയത്ത് സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണത്തിനായിട്ട് ഉപയോഗിക്കുന്നത്. കൂടാതെ അന്തരീക്ഷത്തിൽ നിന്നുള്ള കാർബൺ ഡൈ ഓക്സൈഡും സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണത്തിനായിട്ട് പുറത്തുവിടുന്നുണ്ട്. ഇലകളിലൂടെ വായു സസ്യത്തിനകത്തേക്ക് പ്രവേശിക്കുന്നു. അപ്പൊ ഈ വായു എങ്ങനെയാണ് സസ്യത്തിനകത്തേക്ക് പ്രവേശിക്കുന്നത്? ഇലകളിലൂടെയാണ്. അപ്പൊ നിങ്ങൾ ചിന്തിക്കൂ, ഇലകളിലൂടെ എങ്ങനെയാണ്? ഇലകൾക്ക് അകത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? നമുക്ക് കാണാൻ പറ്റുന്നില്ലല്ലോ. എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? ഇലകൾക്കകത്തൂടെ എന്തെങ്കിലും ഹോളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഈ വായു അകത്തേക്ക് പോവാൻ വേണ്ടി? അങ്ങനെ ഒരു ചിന്ത നമുക്ക് വരുമല്ലോ. അപ്പൊ അങ്ങനെ ഒരു ചിന്ത ഉണ്ട്. ഏതാണത്?
സ്റ്റൊമാറ്റ എന്നാണ് അതിന്റെ പേര്. സ്റ്റൊമാറ്റ. എന്താണ് സ്റ്റൊമാറ്റ? ഇലകളിലുള്ള സ്റ്റൊമാറ്റ സൂക്ഷ്മ സുഷിരങ്ങളാണ് സ്റ്റൊമാറ്റ എന്നറിയപ്പെടുന്നത്. ഇലകളിലുള്ള സൂക്ഷ്മ സുഷിരങ്ങളാണ് സ്റ്റൊമാറ്റ എന്ന് അറിയപ്പെടുന്നത്. ഇതിലൂടെയാണ് അന്തരീക്ഷ വായു സസ്യത്തിനകത്ത് പ്രവേശിക്കുന്നത്. പ്രകാശ സംശ്ലേഷണ ഫലമായി ഉണ്ടാകുന്ന ഓക്സിജൻ പുറന്തള്ളുന്നതും എന്തിലൂടെയാണ്? ഈ സുഷിരങ്ങളിലൂടെയാണ്. 3 കാര്യങ്ങളെ പറഞ്ഞുള്ളൂ. 3 കാര്യങ്ങള് അക്ക വിട്ട് പറയാണ്. ഇലകളിലുള്ള ഈ സൂക്ഷ്മ സുഷിരങ്ങളുടെ പേരാണ് എന്ത്? സ്റ്റൊമാറ്റ എന്ന് പറയുന്നത്. സ്റ്റൊമാറ്റയെ പറ്റിയൊക്കെ ഇനി വരും ക്ലാസ്സിൽ 6ലും 7ലും 8ലും ഒക്കെ നമ്മൾ കൂടുതൽ വിശദീകരിച്ച് പഠിക്കും. ഇത്രയും കാര്യങ്ങളൊന്നും ഓർത്തിരിക്കുക. ഇലകളിലൂടെയുള്ള അല്ലെങ്കിൽ ഇലകളിലുള്ള സൂക്ഷ്മ സുഷിരങ്ങളാണെന്ത്? സ്റ്റൊമാറ്റ എന്ന് പറയുന്നത്. ഇതിലൂടെയാണ് എന്ത്? അന്തരീക്ഷ വായു സസ്യത്തിനകത്തേക്ക് പ്രവേശിക്കുന്നത്. എങ്ങനെയാണ് അന്തരീക്ഷ വായു? ഈ സ്റ്റൊമാറ്റയിലൂടെ അല്ലെങ്കിൽ ഈ സൂക്ഷ്മ സുഷിരങ്ങളിലൂടെയാണ്. ഇനി 3ാമത്തെ പോയിന്റ് എന്താണ്? പ്രകാശ സംശ്ലേഷണ ഫലമായി ഉണ്ടാകുന്ന ഓക്സിജൻ ഉണ്ടല്ലോ, ഈ ഓക്സിജൻ പുറന്തള്ളപ്പെടുന്നതും എന്തിലൂടെയാണ്? പുറന്തള്ളപ്പെടുന്നതും ഈ സ്റ്റൊമാറ്റ അല്ലെങ്കിൽ ഈ സൂക്ഷ്മ സുഷിരത്തിലൂടെയാണ്. അപ്പൊ നമ്മൾ ചിന്തിക്കും, ഈ സൂക്ഷ്മ സുഷിരം നമ്മൾ എങ്ങനെയാ കാണുന്നേ? മൈക്രോസ്കോപ്പിലൂടെ നോക്കിയാൽ ഇത് കാണാൻ പറ്റും. അപ്പൊ നോക്കിയേ, എന്താ മൈക്രോസ്കോപ്പ്? കണ്ണുകൾ കൊണ്ട് നേരിട്ട് കാണാൻ കഴിയാത്ത വസ്തുക്കളെ വലുതായി കാണാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് മൈക്രോസ്കോപ്പ്. ഈ മൈക്രോസ്കോപ്പ് ഒക്കെ സിമ്പിൾ അല്ലേ? നമ്മളോട് ചോദിക്കുവോ? നമുക്ക് അറിയാവുന്ന സംഭവം അല്ലേ? ചോദിക്കും. പ്രീവിയസ് ഇയർ ആയിട്ട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. മൈക്രോസ്കോപ്പ് ഒക്കെ ചോദിച്ചിട്ടുള്ളതാണ്. വരും ഹയർ ക്ലാസ്സസിനകത്ത് മൈക്രോസ്കോപ്പിന്റെ ആവർത്തന ശേഷി, ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് എന്നിവയെല്ലാം പഠിക്കാനുണ്ട്. അപ്പൊ സിമ്പിൾ ആയിട്ട് ഇപ്പം പഠിക്കുന്ന ആരും ഇപ്പൊ അങ്ങ് പഠിച്ചു പോയാൽ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് പറയുമ്പോഴും ആവർത്തന ശേഷി പറയുമ്പോഴും ഒക്കെ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അപ്പൊ ഇവിടെ സിമ്പിൾ ആയിട്ട് മൈക്രോസ്കോപ്പ് എന്താണെന്നേ പറഞ്ഞിട്ടുള്ളൂ. അത് പ്രീവിയസ് ഇയർ ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. കണ്ണുകൾ കൊണ്ട് നേരിട്ട് കാണാൻ കഴിയാത്ത വസ്തുക്കളെ വലുതായി കാണാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് മൈക്രോസ്കോപ്പ്. ഇതിപ്പോ നമുക്ക് ഓർമ്മ വരും. നമുക്ക് വേണ്ടുന്ന എവിടെ? എക്സാം ഹാളിൽ നമുക്ക് ഇത് ഓർമ്മ വരണം. അതിനു വേണ്ടിയാണ് നമ്മൾ പഠിക്കേണ്ടത്. അപ്പൊ ക്ലിയർ ആയിട്ട് പഠിച്ചു വെച്ചോ. കണ്ണുകൾ കൊണ്ട് നേരിട്ട് കാണാൻ കഴിയാത്ത വസ്തുക്കളെ വലുതായി കാണാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിന്റെ പേര് മൈക്രോസ്കോപ്പ്. മൈക്രോസ്കോപ്പ് കണ്ടെത്തിയത് ആൻഡമാൻ ലിവൻഹുക്ക്. അതൊക്കെ നമ്മൾ വരും ക്ലാസ്സിൽ പറയും. ഒരുപാട് പേരുണ്ട്, നമുക്ക് മെയിൻ ആയിട്ട് അവരെയാണ് പറയുന്നത്. മൈക്രോസ്കോപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ അദ്ദേഹത്തെയാണ് പറയുന്നത്. അതൊക്കെ നമുക്ക് വരും ക്ലാസ്സുകളിൽ പഠിക്കാം. ഇപ്പൊ ഇതൊന്ന് ഓർത്തിരിക്കുക. കണ്ണുകൾ കൊണ്ട് നേരിട്ട് കാണാൻ കഴിയാത്ത വസ്തുക്കളെ വലുതായി കാണാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണെന്ന് ചോദിച്ചാൽ അത് മൈക്രോസ്കോപ്പ് ആണ്. അപ്പൊ നോക്കിയേ, നമ്മളിവിടെ എന്തൊക്കെയാ പറഞ്ഞേ? ഒന്ന്, ഇലകളിലുള്ള സൂക്ഷ്മ സുഷിരങ്ങൾ സ്റ്റൊമാറ്റ. ഇതുവഴിയാണ് എന്ത്? അന്തരീക്ഷ വായു അകത്തേക്ക് കടക്കുന്നത്. കൂടാതെ ഓക്സിജൻ, പ്രകാശ സംശ്ലേഷണം ഫലമായി നമുക്ക് ഗ്ലൂക്കോസും ഓക്സിജനും ഉണ്ടാവും നമ്മൾ പറഞ്ഞു. അതിൽ നിന്ന് ആ ഓക്സിജൻ പുറന്തള്ളപ്പെടുന്നതും ഇതിലൂടെയാണ്? ഈ സ്റ്റൊമാറ്റ വഴിയാണ് എന്ന് ഓർത്തിരിക്കുക. ക്ലിയർ ആയോ? അപ്പൊ സ്റ്റൊമാറ്റ അല്ലെങ്കിൽ ആസ്യരന്ധ്രം എന്താണ്? ആസ്യരന്ധ്രം എന്താണ്? അങ്ങനെ ഒരു ചോദ്യം വന്നാലും നമ്മൾ എഴുതണം അല്ലെ? ആ ഒരു പേര് വന്നാലും നമ്മൾ എഴുതണം. അപ്പൊ എന്താ സ്റ്റൊമാറ്റ? അന്തരീക്ഷ വായു സസ്യത്തിനകത്തേക്ക് പ്രവേശിക്കുന്നതിനും പ്രകാശ സംശ്ലേഷണ ഫലമായി ഉണ്ടാകുന്ന ഓക്സിജൻ പുറന്തള്ളിക്കുന്നതിനും സഹായിക്കുന്ന ഇലകളിലെ സൂക്ഷ്മ സുഷിരങ്ങളാണ് സ്റ്റൊമാറ്റ എന്ന് പറയുന്നത്. അപ്പൊ എന്താ സ്റ്റൊമാറ്റ? അന്തരീക്ഷ വായു സസ്യത്തിനകത്തേക്ക് പ്രവേശിക്കുന്നതിനും പ്രകാശ സംശ്ലേഷണ ഫലമായി ഉണ്ടാകുന്ന ഓക്സിജൻ പുറന്തള്ളുന്നതിനും സഹായിക്കുന്ന ഇലകളിലെ സൂക്ഷ്മ സുഷിരങ്ങളെയാണ് നമ്മൾ സ്റ്റൊമാറ്റ എന്ന് പറയുന്നത്. സ്റ്റൊമാറ്റ ക്ലിയർ ആയല്ലോ? ക്ലിയർ ആയി? അപ്പൊ പകൽ സമയത്ത് എങ്ങനെയാണ്, രാത്രി സമയത്ത് എങ്ങനെയാണെന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. നമുക്കറിയാം അല്ലെ? പകൽ സമയത്ത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു. ആര്? സസ്യങ്ങൾ. നമ്മളല്ല സസ്യങ്ങൾ ഉപയോഗിക്കുന്നത് നമ്മൾ പറഞ്ഞു അല്ലെ? കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ചെയ്യുന്നത്. ഓക്കെ ആണ് ഇത്രയും കാര്യങ്ങളും. ഇനി നോക്കിയേ, അടുത്തതൊരു ഫോട്ടോ കൊടുത്തിരിക്കുന്ന ഒരു മാവിന്റെ ഫോട്ടോ കൊടുത്തിട്ട് അതിനകത്ത് കുറെ കാര്യങ്ങൾ പറഞ്ഞേക്കാണ്. ഞാൻ മാവ്, എനിക്ക് വേണ്ട ആഹാരം ഞാൻ സ്വയം നിർമ്മിക്കുന്നു. ഓക്കെ, ഇപ്പൊ ഇതിനകത്ത് മാവ് പറയുന്ന കാര്യമൊക്കെ നമ്മൾ പഠിക്കണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി അങ്ങോട്ട് വരുമ്പോ നമ്മൾ വേണ്ടി വരും. നോക്കിക്കോ, ഞാൻ മാവ്, എനിക്ക് വേണ്ട ആഹാരം ഞാൻ സ്വയം നിർമ്മിക്കുന്നു. അവിടെ മാവിന്റെ കാര്യം മാവ് പറഞ്ഞു കഴിഞ്ഞു. അടുത്തത്, മാവിനകത്ത് വേറൊരാള് നിൽപ്പുണ്ടല്ലേ? കണ്ടോ നിങ്ങള്? മാവിനകത്ത് വേറൊരാള് നിൽക്കുന്ന കണ്ടോ? ഇതെന്താണെന്ന് അറിയാമോ? നമ്മൾ എല്ലാരും കണ്ടിട്ടുള്ളതാ. മാവിനകത്ത് ഇത്തിൾ കണ്ണി പിടിച്ചിരിക്കുന്ന നമുക്ക് അറിയാം അല്ലെ? അപ്പം
ആ സാധനം പറയാണ്, ഞാൻ ഇത്തിൽ കണ്ണി, ഞാൻ സ്വയം ആഹാരം നിർമ്മിക്കുന്നു, പക്ഷേ ജലവും ലവണവും ഈ സസ്യത്തിൽ നിന്ന് വലിച്ചെടുക്കുന്നു. ഇതിൽ നിന്ന്, മാവിൽ നിന്ന് വലിച്ചെടുക്കുന്നു. ഇത്തിൽ കണ്ണി സ്വയം ആഹാരം നിർമ്മിക്കും, പക്ഷേ ജലവും ലവണവും എവിടെ നിന്ന് വലിച്ചെടുക്കും? മാവിൽ നിന്ന് വലിച്ചെടുക്കും. അടുത്ത വേറൊരാൾ നിൽക്കുന്നല്ലേ മാവിനകത്ത്, ആരാത്? മരവാഴ. എനിക്ക് വേണ്ട ആഹാരം ഞാനും സ്വയം നിർമ്മിക്കുന്നു, പക്ഷെ എനിക്ക് ഇരിക്കാൻ സ്ഥലം വേണം. ആഹാരമൊക്കെ മരവാഴ സ്വയം നിർമ്മിക്കും, പക്ഷെ ഇരിക്കാൻ എന്ത് വേണം? ഒരാളുടെ സഹായം വേണം, ഒരാൾ വേണം എനിക്ക് ഇരിക്കാൻ. അടുത്ത നോക്കി, ഇവിടെ ഇങ്ങനെ ഒരാൾ ഇരിക്കുന്ന, ആരത്? മൂടില്ലാത്ത ആളി. എന്താണ്? ഞാൻ ആഹാരം നിർമ്മിക്കുന്നില്ല, അതും ചെയ്യുന്നില്ല, കൂടാതെ എനിക്ക് വേണ്ട പോഷകഘടകങ്ങള് മറ്റൊരാളിൽ നിന്ന് വലിച്ചെടുക്കുന്നു, അതിരിക്കുന്ന ആ ചെടിയിൽ നിന്ന് വലിച്ചെടുക്കുക, ഒന്നും ചെയ്യുന്നില്ല. മൂടില്ലാത്ത ആളി ഒന്നും ചെയ്യുന്നില്ല. മൂടില്ല അതിന്, മൂടില്ലാത്ത ആളി അങ്ങനെ ഓർത്താ മതി. മൂടില്ലാത്ത ആളി എന്താണ്? ഒരു മൂടും ഇല്ല, ആഹാരം നിർമ്മിക്കാനും മൂടില്ല, അതേപോലെ തന്നെ വേറൊരാളുടെ ഇതിൽ ഇരിക്കാനുമാണ് മൂട്. അപ്പം എന്താണ്? ഒന്നിനൊരു മൂടില്ലാത്ത വ്യക്തിയാണ്, സ്വയം ഒന്നും ചെയ്യാൻ കഴിയാത്ത, സ്വയം ഒന്നിനും ഒരു മൂടില്ലാത്ത ഒരു വ്യക്തിയാണ് മൂടില്ലാത്ത ആളി. അങ്ങനെ ഓർത്താ മതിയേ. അപ്പൊ ഞാൻ ആഹാരം നിർമ്മിക്കുന്നില്ല, എനിക്ക് വേണ്ട പോഷക ഘടകങ്ങൾ ഞാൻ ഈ ചെടിയിൽ നിന്നും വലിച്ചെടുക്കുന്നു. ക്ലിയർ ആയോ? അപ്പൊ മാവിന്റെ നമ്മൾ കണ്ടു, ഇത്തിൽ കണ്ണി കണ്ടു, മരവാഴ കണ്ടു, മൂടില്ലാത്ത ആള് കണ്ടു. ഈ ഒരു ഡയഗ്രാം പറഞ്ഞതിലൂടെ നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ എളുപ്പമാണ്. ഓർത്തിരിക്കാലോ. ഇത്തിൽ കണ്ണി പറഞ്ഞത് എന്താണ്? സ്വയം ആഹാരം നിർമ്മിക്കും, പക്ഷെ ജലവും ലവണവും വാഴയ്ക്കകത്തുനിന്ന് പിടിച്ചെടുക്കും. അപ്പം മാവിനകത്തുനിന്ന് പിടിച്ചെടുക്കും. അപ്പൊ മാവിന്റെ അത്രയും പോഷകങ്ങൾ അങ്ങ് പോകുമല്ലോ അല്ലെ, ജലവും ലവണവും പിടിച്ചെടുക്കുമ്പം. അടുത്തത് മരവാഴയാണെങ്കിൽ അതുകൊണ്ടാണ് നമ്മൾ ഇത്തിൽ കണ്ണിയൊക്കെ എടുത്ത് കളയുന്നത് മാവിനകത്ത് കിളിച്ചു വരുമ്പോ. ഇനി മരവാഴയാണെങ്കിലോ ആഹാരമൊക്കെ സ്വയം നിർമ്മിക്കും, പക്ഷെ ഇരിക്കാനൊരു സ്ഥലം വേണം. മൂടില്ലാത്ത ആളെയാണെങ്കിലോ ആഹാരവും നിർമ്മിക്കുന്നില്ല, പോഷക ഘടകങ്ങൾ എന്താണ്? അതും ആ ചെടിയിൽ നിന്ന് എടുക്കുകയാണ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? അപ്പൊ നോക്കിയേ, നമ്മളിപ്പം പറഞ്ഞു, ഇവിടെ നമ്മൾ കണ്ടോ മരവാഴ കണ്ടല്ലോ. ചെറിയ വേരുകൾ മരവാഴയെ മരത്തിൽ പറ്റിപ്പിടിച്ചു വളരാൻ സഹായിക്കുന്നു. കണ്ടോ, അവിടെയുള്ള ചെറിയ വേരുകൾ എന്ത് ചെയ്യുന്നു? മരവാഴയെ എന്തിനാണ് സഹായിക്കുന്നത്? ആ മരത്തില് പറ്റിപ്പിടിച്ച് വളരാനാണ് സഹായിക്കുന്നത്. ഇനി കട്ടി കൂടിയ വേരുകൾ ഉണ്ടല്ലോ, ഈ വേരൊക്കെ കട്ടി കൂടിയ വേരുകളാണ്. ഈ കട്ടി കൂടിയ വേരുകൾ അന്തരീക്ഷത്തിൽ നിന്ന് ഈർപ്പം വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. വാസസ്ഥലത്തിനായിട്ട് മാത്രമാണ് ഇവ എന്ത് ചെയ്യുന്നത്? ആതിഥേയ സസ്യങ്ങളെ ആശ്രയിക്കുന്നത്. ഇത്തരം സസ്യങ്ങളെയാണ് എപ്പിഫൈറ്റുകൾ എന്ന് പറയുന്നത്. എപ്പിഫൈറ്റുകൾ. അപ്പൊ എന്താ എപ്പിഫൈറ്റ് എന്ന് ക്ലിയർ ആയോ? എന്താ എപ്പിഫൈറ്റ്? ആഹാരം അത് സ്വയം നിർമ്മിക്കും, പക്ഷെ ഇരിക്കാൻ ഒരു ആതിഥേയ സസ്യം വേണം. അങ്ങനെയുള്ള സസ്യങ്ങളാണ് എപ്പിഫൈറ്റുകൾ എന്ന് പറയുന്നത്. എപ്പിഫൈറ്റുകൾ ഫൈറ്റ് ചെയ്യാനൊന്നും വയ്യ, ഒരിടത്തങ്ങ് ഇരിക്കണം. ഓക്കെ, ഒരാളുടെ സഹായം വേണം ഇരിക്കാൻ. അപ്പൊ ആതിഥേയ സസ്യങ്ങളെ ആശ്രയിച്ചുകൊണ്ടാണത് ഇരിക്കുന്നത്, പക്ഷെ ആഹാരം എന്ത് ചെയ്യും? സ്വയം നിർമ്മിക്കും. അതാണ് പറയുന്നത്. ചെറിയ വേരുകൾ മരവാഴയെ മരത്തിൽ ചുറ്റിപ്പിടിച്ച് വളരാൻ സഹായിക്കുന്നു. കട്ടി കൂടിയ വേരുകൾ അന്തരീക്ഷത്തിൽ നിന്ന് ഈർപ്പം വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. വാസസ്ഥലത്തിനായി മാത്രമാണ് ഇവ ആതിഥേയ സസ്യങ്ങളെ ആശ്രയിക്കുന്നത്. ഇത്തരം സസ്യങ്ങളെ എപ്പിഫൈറ്റുകൾ എന്ന് പറയുന്നു. അപ്പൊ എപ്പിഫൈറ്റുകൾക്ക് ഉദാഹരണം ചോദിച്ചു കഴിഞ്ഞാൽ എപ്പിഫൈറ്റുകളുടെ ഉദാഹരണം ഏതൊക്കെയാണ്? ഒന്ന് നമ്മൾ പറഞ്ഞു മരവാഴ, രണ്ടാമത്തതാണ് ഓർക്കിഡുകൾ. ഓർക്കാലോ, ഓർക്കിഡുകൾ എന്താണ്? എപ്പിഫൈറ്റിൽ ഉൾപ്പെടുന്നതാണ് ഓർക്കിഡുകൾ. ക്ലിയർ ആയോ? അപ്പം ആഹാരം സ്വയം നിർമ്മിക്കും, പക്ഷെ ഇരിക്കാൻ ഒരു ആതിഥേയ സസ്യത്തിന്റെ സഹായം വേണം. അങ്ങനെയുള്ള ചെടികളെ നമ്മൾ പറയുന്നതാണ് എപ്പിഫൈറ്റുകൾ. ഉദാഹരണം പറയുകയാണെങ്കിൽ മരവാഴയും ഓർക്കിഡുകളും. ക്ലിയർ ആയല്ലോ? ഓക്കെ ആണല്ലോ. അങ്ങനെയെങ്കിൽ നമുക്ക് രണ്ടാമത്തെ ഇതിലേക്ക് പോവാം. നോക്കിയേ, അടുത്തത് ഇവിടെ ഒരു കണ്ടോ, ഇത്തിൽ കണ്ണി. അപ്പം ഇതൊരു മാവിന്റെ ബ്രാഞ്ച് ആണെന്ന് വെച്ചോ. ആ മാവിന്റെ ബ്രാഞ്ചിനകത്തോട്ട് ഇത്തിൽ കണ്ണിയുടെ വേരിറങ്ങി നിൽക്കുന്ന കണ്ടോ, വേരുകൾ എങ്ങോട്ടാ ഇറങ്ങി നിൽക്കുന്നത്? ആ ബ്രാഞ്ചിനകത്തോട്ടാണ് അല്ലെ, മാവിന്റെ ബ്രാഞ്ചിനകത്തോട്ട് ഇറങ്ങി നിൽക്കുകയാണ്. അപ്പം ആതിഥേയ സസ്യങ്ങളിൽ നിന്ന് ജലവും ലവണവും വലിച്ചെടുത്ത് ഇത്തിൽ കണ്ണി സ്വയം ആഹാരം നിർമ്മിക്കുന്നു. അപ്പൊ ഈ വേര് എന്തിനാ ഇറങ്ങിയെന്ന് അറിയാമോ? ജലവും ലവണവും വലിച്ചെടുക്കാൻ വേണ്ടിയാണ്. ജലം, ലവണം എന്നിവ വലിച്ചെടുത്തുകൊണ്ട് ആഹാരം സ്വയം നിർമ്മിക്കുന്ന ഇത്തിൽ കണ്ണിയെ പോലുള്ള സസ്യങ്ങളെ പറയുന്ന പേരാണ് അർദ്ധപരാഗങ്ങൾ അല്ലെങ്കിൽ
സെമി പാരസൈറ്റ്സ്. സെമി പാരസൈറ്റ്സിന്റെ മറ്റൊരു ഉദാഹരണമാണ് ചന്ദനം കേട്ടോ. ചന്ദനവും സെമി പാരസൈറ്റ്സ് അല്ലെങ്കിൽ അർദ്ധപരാദങ്ങളാണെന്ന് ഓർത്തിരുന്നോളുക. അപ്പം എന്താണ് അർദ്ധപരാദങ്ങൾ? അർത്ഥാന്നുണ്ട് കേട്ടോ. അപ്പം പകുതിയേ ഉള്ളൂ അല്ലേ, പകുതിയേ ഉള്ളൂ. അപ്പൊ ആഹാരം നിർമ്മിക്കുന്നത് സ്വയമാണ്, മറ്റു പകുതി ഏതാ? ജലവും ലവണവും വലിച്ചെടുക്കുന്നത്. അതെവിടെ നിന്നാ? അത് ആതിഥേയ സസ്യങ്ങളിലാണ്. അതാണ് അർദ്ധപരാദങ്ങൾ അല്ലെങ്കിൽ സെമി പാരസൈറ്റ്സ്. എപ്പിഫൈറ്റുകൾ നമ്മൾ എന്താണെന്ന് പറഞ്ഞേ? ആഹാരം സ്വയം നിർമ്മിച്ചു, പക്ഷെ ഇരിക്കാൻ ഒരു സ്ഥലം വേണം. ആതിഥേയ സസ്യങ്ങളെ ആശ്രയിച്ചാണിത് ഇരിക്കുന്നത്, പക്ഷെ ആഹാരം അതെല്ലാം സ്വയം നിർമ്മിക്കുക. അതാണ് എപ്പിഫൈറ്റുകൾ, മരവാഴ, ഓർക്കിഡുകൾ എന്നിവയെല്ലാം. ഇവിടെ പറഞ്ഞത് ഇത്തിൽ, കണ്ണി, ചന്ദനം മുതലായ അർദ്ധപരാദ സസ്യങ്ങൾ എങ്ങനെയാണ്? ആതിഥേയ സസ്യങ്ങളിലെ ജലവും ലവണവും വലിച്ചെടുത്തുകൊണ്ട് ആഹാരം എന്ത് ചെയ്യും? സ്വയം നിർമ്മിക്കും. അതാണ് അർദ്ധപരാദ സസ്യങ്ങൾ എന്ന് പറയുന്നത്. അടുത്ത് നോക്കി, പൂർണ്ണപരാദങ്ങൾ. പൂർണ്ണപരാദങ്ങൾ എന്താണ്? കണ്ടോ, മൂടില്ലാത്ത ആളി കണ്ടല്ലോ, മൂടില്ലാത്ത ആളി കണ്ടേ? ദാ അതിനകത്തോട്ട് പോയിട്ടുണ്ട്, അതിന്റെ പുറത്തൂടെയും വേരുണ്ട്, അകത്തോട്ടും വേരൊക്കെ പോയിട്ടുണ്ട് അല്ലെ? മൂടില്ലാത്ത ആളി. എന്താണ് മൂടില്ലാത്ത ആളി എന്ന് പറയുന്നത്? ആതിഥേയ സസ്യത്തിൽ പോഷകഘടകങ്ങൾ വലിച്ചെടുക്കാൻ കഴിയുന്ന വേരുകളാണ് ഇവയ്ക്കുള്ളത്. ആതിഥേയ സസ്യത്തിൽ നിന്ന് പോഷകഘടകങ്ങൾ വലിച്ചെടുക്കുന്ന മൂടില്ലാത്ത ആലി പോലുള്ള സസ്യങ്ങളെ പൂർണ്ണപരാദങ്ങൾ എന്ന് പറയുന്നു. അപ്പൊ പൂർണ്ണപരാദം എന്ന് പറഞ്ഞാൽ എന്താണ്? പോഷകഘടകങ്ങൾ വലിച്ചെടുക്കുന്നു, അതേപോലെ തന്നെ ആഹാരവും വലിച്ചെടുക്കുന്നതാണ് എന്ത്? പൂർണ്ണപരാദങ്ങൾ, ടോട്ടൽ പാരസൈറ്റ്സ് എന്ന് പറയുന്നത്. റഫ്ലേഷ്യ, നമുക്കറിയാം ലോകത്തിലെ ഏറ്റവും വലിയ പുഷ്പമായ റഫ്ലേഷ്യ എന്താണ്? റഫ്ലേഷ്യ എന്താണ്? ടോട്ടൽ പാരസൈറ്റ്സിന് ഒരു ഉദാഹരണമാണ് കേട്ടോ റഫ്ലേഷ്യ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഒന്ന് ഓർത്തിരിക്കാവേ. അപ്പൊ നമ്മൾ എന്തൊക്കെയാ പറഞ്ഞേ? എപ്പിഫൈറ്റുകൾ എന്താണ്? സെമി പാരസൈറ്റ്സ് എന്താണ്? ടോട്ടൽ പാരസൈറ്റ്സ്. അല്ലെങ്കിൽ എപ്പിഫൈറ്റുകള്, പൂർണ്ണപരാദങ്ങൾ, അർദ്ധപരാദങ്ങൾ, പൂർണ്ണപരാദങ്ങൾ എന്നിവ എന്തൊക്കെയാണെന്നാണ് പറഞ്ഞത്. ഉദാഹരണം ഓർത്തിരിക്കുക. ഒന്നുകൂടെ പറയാണ്. എപ്പിഫൈറ്റുകൾക്ക് ഉദാഹരണം ഏതാണ്? നമ്മൾ പഠിച്ച മരവാഴയാണ്. അടുത്ത് നമ്മൾ പഠിച്ചു അർദ്ധപരാദങ്ങളുടെ ഉദാഹരണം എന്താണ്? നമ്മൾ പഠിച്ചത് ഇത്തിൽ കണ്ണിയാണ്. പൂർണ്ണപരാദത്തിന്റെ ഉദാഹരണം നമ്മൾ പഠിച്ചത് എന്താണ്? മൂടില്ലാത്ത ആളിയാണ്. ക്ലിയർ ആയി? ഇത്രയും കാര്യങ്ങൾ ഒന്ന് ഓർത്തിരുന്നോണേ. അങ്ങനെയാണെങ്കിൽ നോക്കിയേ, എന്താണ് ശവോപജീവികൾ അല്ലെങ്കിൽ സാപ്രോഫൈസ് എന്ന് പറയുന്നത്? ജീർണാവശിഷ്ടങ്ങളിൽ നിന്ന് പോഷകഘടകങ്ങൾ ആഗീകരണം ചെയ്ത് വളരുന്ന സസ്യങ്ങളാണ്. പൂപ്പലുകള്, മോണോട്രോപ്പ, നിയോട്ടിയ എന്നിവയെല്ലാം ശവോപജീവികളാണ്. എവിടെയാണ്? ജീർണാവശിഷ്ടങ്ങളിൽ നിന്ന് പോഷകഘടകങ്ങൾ ആഗീകരണം ചെയ്ത് വളരുന്നു. ഇനി പൂപ്പലുകൾക്ക് ഉദാഹരണമാണ് കൂണുകൾ. അതൊന്ന് ഓർത്തിരുന്നാൽ മതി. പൂപ്പലുകൾക്ക് ഉദാഹരണം ജീർണാവശിഷ്ടങ്ങളിൽ നിന്ന് പോഷകഘടകങ്ങൾ ആഗീകരണം ചെയ്ത് വളരുന്ന സസ്യങ്ങളാണ് എന്ത്? ശവോപജീവികൾ എന്ന് പറയുന്നത്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ പറയുന്നു ഇപ്പൊ നമ്മൾ ഇതെല്ലാം പറഞ്ഞപ്പോഴും നമ്മൾ പഠിക്കുന്ന ഒരു മെയിൻ പോയിന്റ് എന്താണ്? പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങളും പരസ്പരം ആശ്രയിച്ചാണ് ജീവിക്കുന്നത് അല്ലെ? അതിൽ ഒരു ആവാസ വ്യവസ്ഥയിൽ മാറ്റം വന്നു കഴിഞ്ഞാൽ മൊത്തത്തിൽ അതിന്റെ ആവാസ വ്യവസ്ഥ ഒരു ഇതിനകത്ത് മാറ്റം വന്നു കഴിഞ്ഞാൽ അതിന്റെ മൊത്തത്തിലുള്ള ആവാസ വ്യവസ്ഥയും അത് ബാധിക്കും അല്ലെ? അപ്പം ക്ലിയർ ആയി? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയി? അപ്പം നമ്മൾ എന്തൊക്കെയാ പറഞ്ഞത്? ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പറയേണ്ട കാര്യം, ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ ജസ്റ്റ് ഒന്നുകൂടെ പറയാണ്. അടുത്ത ക്ലാസ്സിൽ തുടക്കത്തിൽ തന്നെ ഇതിന്റെ എക്സാം നടത്തിയിട്ടേ നമ്മൾ ബാക്കി പോർഷൻസിലേക്ക്, അടുത്ത രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് പോകത്തുള്ളൂ. അതുകൊണ്ട് ക്ലിയർ ആയിട്ട് SCRT ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് എന്ത് ചോദിച്ചാലും നിങ്ങൾ എഴുതണം. അതിനുവേണ്ടിയാണ് നമ്മൾ ക്ലാസ് ഇടുന്നത്. ക്ലിയർ ആയിട്ട് 5ാം ക്ലാസ്സിലെ ആവുമ്പോൾ പെട്ടെന്ന് പഠിക്കാൻ പറ്റും, എളുപ്പമാണ് എന്നൊന്നും പറഞ്ഞുകൊണ്ടിരിക്കരുത്. ക്ലിയർ ആയിട്ട് ക്ലാസ് ആദ്യം അവസാനം വരെ കാണാം. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്പീഡിൽ ഇട്ട് കാണാം. 2x ഇടേണ്ടവർക്ക് 2x ഇടാം, ഇനി സ്പീഡ് കൂടുതലാണെന്നുള്ളവർക്ക് 0.25x ഇടാം. എങ്ങനെ ആയാലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്പീഡിലിട്ട് കണ്ട് പഠിക്കാം. ഓക്കെ ആണല്ലോ? അപ്പം സ്മാർട്ട് വർക്കൗട്ട് ആണിത്. സ്മാർട്ട് ആയിട്ട് തന്നെ വർക്കൗട്ട് നടത്തുക. ക്ലിയർ ആയല്ലോ? അപ്പം നമ്മള് ആഹാര ശൃംഖലാജാലം, ആഹാര ശൃംഖല എന്താണ്? ശൃംഖല കടലോ, അതിനകത്ത് ഇമ്പോർട്ടന്റ് ആണ്. സമുദ്രം എന്ന ആവാസ വ്യവസ്ഥയിലെ ഉൽപാദകർ ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? പ്ലവകങ്ങളാണ്. കടുവ സംരക്ഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ വന്യജീവി സങ്കേതങ്ങൾ ഉൾപ്പെടെ പറഞ്ഞു. ആഗോള കടുവ സംരക്ഷണം ദിനം എന്നാണ്? ആഗോള കടുവാ ദിനം എന്നാണ്? ജൂലൈ 28 ആഗോള കടുവാ ദിനമാണ് കേട്ടോ. ജൂലൈ 28. അതൊന്ന് ഓർത്തിരിക്കുക. ആവാസം എന്താണ്?
ആഫ്രിക്കൻ മുഷി വന്നതുകൊണ്ട് നമ്മുടെ ആവാസ വ്യവസ്ഥയെ ബാധിക്കും. അതേപോലെ തന്നെ പ്രകാശ സംശ്ലേഷണം, അതുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് ചോദ്യങ്ങൾ വരാം. ആ ചോദ്യങ്ങള് ഇലകളിലെ വർണ്ണകങ്ങള്, അപ്പം ചുവപ്പ്, ഓറഞ്ച്, മഞ്ഞ, പച്ച നിറങ്ങൾ നൽകുന്നത് ആരാണ്, ഏത് വർണ്ണകമാണെന്ന് ഓർത്തിരിക്കുക. then അന്തരീക്ഷത്തിലെ വാതകങ്ങളുടെ അളവ് ഓർത്തിരിക്കണം. then സ്റ്റൊമാറ്റോ, മൈക്രോസ്കോപ്പ്. then important ആയിട്ടുള്ള അടുത്ത ഭാഗത്തിലേക്ക് വരികയാണ് എപ്പിഫൈറ്റുകൾ, സെമി പാരസൈറ്റ്സ്, ടോട്ടൽ പാരസൈറ്റ്സ് അല്ലെങ്കിൽ എപ്പിഫൈറ്റുകൾ, അർദ്ധപരാദങ്ങൾ, പൂർണ്ണപരാദങ്ങൾ, then ശവോപജീവികൾ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് പഠിക്കുക, ഇന്ന് തന്നെ പഠിച്ചിരിക്കുക. ഓക്കെ, അപ്പം എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.